ശ്രീ വള്ളലാർ രാമലിംഗസ്വാമികളുടെ അരുൾപ്പെരും ജ്യോതിയിലെ അടുത്ത 2 പാടലുകൾ ഈനം ഇണ്ട് ഇഹപരത്ത് ഇരണ്ടിന്മേർ പൊരുളായി ആനലിൻ്റോങ്കിയ അരുൾപ്പെരും ജ്യോതി ഉരൈ മനം കടന്ന് ഒരു പെരുവെളിമേൽ അരൈശു ചെയ്ത് ഓങ്കും അരുൾപ്പെരും ജ്യോതി. അതിൻ്റെ അർത്ഥം ഇതാണ്. അതായത് യാതൊരു കളങ്കവുമില്ലാതെ ഇഹത്തിലും പരത്തിലും, അതേപോലെ ഇഹത്തിലും പരത്തിലും അതിനു മേലെയും അതിൻ്റെ മുകളിലുമായി പ്രകാശിച്ചു നിൽക്കുന്ന അരുൾപ്പെരും ജ്യോതി. അത് എങ്ങനെയുള്ളൊരു അരുൾ ജ്യോതിയാണ്? വാക്കിനും മനസ്സിനും എത്താൻ പറ്റാത്ത ചിതാകാശത്തിൽ ഭരണം നടത്തി പ്രകാശിക്കുന്ന അരുൾപ്പെരും ജ്യോതി. അപ്പോൾ ചിതാകാശത്തിലെ ഭരണം നടത്തുന്ന അരുൾപ്പെരും ജ്യോതിയാണ് പറയുന്നത്. അതായത് ചിതാകാശവെളി, ആ ചിതാകാശവെളിയിൽ പ്രകാശം പരത്തിക്കൊണ്ട് നിൽക്കുന്ന അരുൾപ്പെരും ജ്യോതി. അപ്പോൾ ഈ അരുൾപ്പെരും ജ്യോതി എവിടേക്കാണ് പ്രകാശം പരത്തുന്നതെന്ന് നോക്കൂ. ഇഹത്തിൽ അത് പൂർണ്ണമായും അരുൾപ്പെരും ജ്യോതി പ്രകാശം പരത്തിക്കൊണ്ട് വിലസുന്നു. പിന്നെ പരത്തിലും പ്രകാശം ചൊരിത്തിക്കൊണ്ട് അരുൾപ്പെരും ജ്യോതി നിലകൊള്ളുന്നു. അപ്പോൾ ഇഹത്തിലും പരത്തിലും പിന്നെ അതിൻ്റെ മുകളിലും, അതാണ് പരവെളി. അപ്പോൾ പരത്തിനും അപ്പുറമുള്ള ഭാഗം പരവെളി, അതാണ് ചിതാകാശം. ആ ചിതാകാശ വെളിയുടെ ഭരണം നടത്തുന്നത് ആരാണ്? ഈ പെരുംജ്യോതിയാണ്. അതായത് സാക്ഷാൽ പരബ്രഹ്മസ്വരൂപമായ ആ ശിവതേജസ്സാണ് ഈ പെരുംജ്യോതി. ബ്രഹ്മതേജസ്സായ ശിവജ്യോതിയാണ് ഈ പെരുംജ്യോതി എന്ന് പറയണം. അപ്പോൾ ഇഹത്തിലും പരത്തിലും പരവെളിയിലും പ്രകാശം പരത്തുന്ന ജ്യോതി. അപ്പോൾ പരവെളി എന്ന് പറയുന്നത് പരത്തിനും അപ്പുറമുള്ള വെളിയാണ്. പരവെളി അതായത് ചിതാകാശം എന്ന് പറയുന്ന ആ ചിതാകാശവെളിയിലാണ്, ആകാശവെളിയിലാണ്, ചിതാകാശവെളിയിലാണ് ഈ പരഞ്ജ്യോതി ഭരണം നടത്തുന്നത്. അതായത് ചിതാകാശവെളി എന്ന് പറയുന്നത് സമ്പൂർണമായും ഏതാണ്? ഈ പരംജ്യോതിയാണ്. അപ്പോൾ ചിതാകാശവെളിയിലുള്ള ഈ ചിതാകാശ പ്രകാശത്തിൽ നിന്നാണ് എല്ലാ പ്രകാശങ്ങളും ഉത്ഭവിക്കുന്നത്. അതായത് സൂര്യനായ ചിതാകാശവെളിയിലെ പ്രകാശബിംബത്തിൽ നിന്നാണ് സൂര്യനായിരിക്കുന്ന ആകാശവെളിയിലെ പ്രകാശബിംബത്തിൽ നിന്നാണ് പരവെളിയിലും അതേപോലെ പരത്തിലും ഇഹത്തിലും ഈ പ്രകാശം വ്യാപിച്ചു നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ബ്രഹ്മം എന്ന് പറയുന്നത് എല്ലായിടത്തുമുണ്ട്. അതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്, അതിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ചിതാകാശവെളിയാണ്. ചിതാകാശവെളി എന്നുള്ളത് നമ്മുടെ ശരീരത്തിലെ ശിരസിനും മുകളിലുള്ള ഭാഗമാണ്. ശിരസിൻ്റെയും മുകളിൽ 12 അങ്കുലം ഉയർന്നു നിൽക്കുന്ന ചിതാകാശത്തിലാണ് ചിതാകാശവെളി. ബ്രഹ്മരന്ധ്രത്തിനും മുകളിലായി പ്രകാശിക്കുന്ന 12 അങ്കുലം മുകളിൽ നിൽക്കുന്ന ചിതാകാശവെളി, അത് ശരീരത്തിൻ്റെ ആ ഏറ്റവും പ്രധാനപ്പെട്ട ഓറ പുറപ്പെടുവിക്കുന്ന സ്ഥലമാണ് ചിതാകാശവെളി. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ തന്നെ ഉള്ളതാണ്. അതുകൂടി ഓർക്കുക. അപ്പോൾ ശരീരമാകുന്ന ഇഹപരം, ഇഹമെന്ന് പറയുന്നതും പരമെന്ന് പറയുന്നതും ഈ ശരീരത്തിൽ തന്നെ കുടികൊള്ളുന്നു. അതേപോലെ തന്നെ പരമെന്ന് പറയുന്നത് എന്താ? ശിരസ്സാണ്. പരവെളി എന്ന് പറയുന്നത് ശിരസിനും ബ്രഹ്മരന്ധ്രത്തിനും അപ്പുറമുള്ള 12 അങ്കുലം മുകളിലുള്ള ഭാഗം.
ആ വെളിയിൽ നിന്നാണ്, ഈ ചിദാകാശ വെളിയിൽ നിന്നാണ് അരുൾപ്പെരും ജ്യോതി പ്രകാശിക്കുന്നത്. ഇത് അണ്ഡത്തിൻ്റെ കഥ, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ കഥ. പിണ്ഡമെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളിലെല്ലാം എന്തുണ്ട്? ഇഹവുമുണ്ട്, പരവുമുണ്ട്, ചിദാകാശ വെളിയുമുണ്ട്. അപ്പോൾ അണ്ഡത്തിലുള്ളത് തന്നെ പിണ്ഡത്തിലുണ്ട്, പിണ്ഡത്തിലുള്ളത് തന്നെ അണ്ഡത്തിലുമുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ പ്രപഞ്ചങ്ങളിൽ നാം കാണുന്നത് ഇഹമാണ്, പരമാണ്, അതിനും പരത്തിനും അപ്പുറമുള്ള ചിദാകാശമാണ്, പരവെളിയാണ്. ഇത് നമ്മുടെ ശരീരത്തിലുമുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഇഹഭാഗങ്ങളുണ്ട്, അതായത് ശരീരത്തിൻ്റെ ബാഹ്യ വസ്തുക്കൾ, പിന്നെ മനസ്സ്, ബുദ്ധി, അങ്ങനെയുള്ള ചിത്തം, അഹങ്കാരം തുടങ്ങിയ മാനസിക ഭാവങ്ങൾ. അപ്പോൾ അകത്തിലെ ഇഹവുമുണ്ട്, പിന്നെ പരവുമുണ്ട്, പരവെളിയുമുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ 3 ഭാഗങ്ങൾ നാം കാണേണ്ടിയിരിക്കുന്നു. ഒന്ന് ബാഹ്യമായ ശരീരം, പിന്നെ ആന്തരികമായ മാനസിക ലോകം, മനസ്സിനും അപ്പുറമുള്ള ശിരസിൻ്റെ ആ അമൃതം പൊഴിയുന്ന ഭാഗം, ശിരസാകുന്ന കാശി, ആ ശിരസിനും അപ്പുറം പരവെളി. അപ്പോൾ ഇത് ശരീരത്തിലും അതേപോലെ അണ്ഡത്തിലും പിണ്ഡത്തിലും ഒരേപോലെ കാണുന്ന ഭാഗങ്ങളാണ്. ഈ ഭാവങ്ങളിലൂടെ വേണം നമുക്ക് കടന്നു പോകാൻ. ഒരു ജീവിക്ക് സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കും, സൂക്ഷ്മത്തിൽ നിന്ന് കാരണത്തിലേക്കും, കാരണത്തിൽ നിന്ന് പരവെളിയിലേക്കും എത്തിച്ചേരണം. ഇതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഉന്നതമായ ബ്രഹ്മാവസ്ഥ, സദാശിവഭാവം. അതായത് സ്വർണ്ണ ശരീരത്തിൽ നിന്ന് ജ്യോതി ശരീരത്തിലേക്കുള്ള ഒരു പ്രയാണം. അങ്ങനെ സാക്ഷാൽ ജ്ഞാനസ്വരൂപമായ ജ്യോതിസ്വരൂപമായി നമുക്ക് മാറണം. അതിനെക്കുറിച്ചിട്ടാണ് ഈ ജ്യോതിയെക്കുറിച്ച് വള്ളലാർ നമ്മളോട് വാചാലമായി ധ്വനിപ്പിക്കുന്നത്. അതായത് ഇഹത്തിനും പരത്തിനും അപ്പുറമുള്ള ചിദാകാശത്തിൽ ഭരണം നടത്തുന്ന, പ്രകാശിക്കുന്ന അരുൾപ്പെരും ജ്യോതി. ഈ ഭാഗം തന്നെയാണ് തിരുമൂലർ തിരുമന്ത്രത്തിലെ 8ാം തന്ത്രത്തിൽ വിശദീകരിക്കുന്നത്. നമുക്ക് ആ ഭാഗത്തിൻ്റെ മലയാള അർത്ഥവും കൂടെ നോക്കാം. തുരീയാവസ്ഥയിലെത്തിയ ജീവൻ്റെ സുഷുപ്ത്യവസ്ഥയിൽ തത്വാത്മക ചൈതന്യം തട്ടുമ്പോൾ അവിദ്യ നശിച്ച് സുഷുപ്തിയും നശിച്ച് ചിദാകാശപ്രജ്ഞ തെളിയുന്നു. അപ്പോൾ നമ്മിലുള്ള യോഗാത്മക ഭാവങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ ദർശനമാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. അതായത് വള്ളലാർ ആവിഷ്കരിക്കുന്ന ഇഹപരത്തിനും അപ്പുറമുള്ള ചിദാകാശ വെളിയെക്കുറിച്ചിട്ടാണ് ഇവിടെ തിരുമൂലദേവൻ വിവരിക്കുന്നത്. ആ യോഗാവസ്ഥ നോക്കൂ. തുരീയ അവസ്ഥയിലെത്തിയ ജീവൻ, സ്വപ്ന സുഷുപ്തി തുരീയാവസ്ഥ, 3ാമത്തെ ഉന്നതമായ അവസ്ഥയാണ് തുരീയാവസ്ഥ. സ്വപ്നം, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുരീയം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന 3 അവസ്ഥകളാണ്. ആദ്യം ജാഗ്രത അവസ്ഥ, പിന്നെ സ്വപ്നാവസ്ഥ, പിന്നെ സുഷുപ്ത്യവസ്ഥ, അതായത് ഗാഢനിദ്ര. സുഷുപ്ത്യവസ്ഥ, അതിനപ്പുറമുള്ള തുരീയാവസ്ഥ. ആ തുരീയ അവസ്ഥയിൽ നമ്മുടെ ജീവൻ എത്തിക്കഴിയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? അതാണ് സുഷുപ്ത്യവസ്ഥ. ആ സുഷുപ്ത്യവസ്ഥയിൽ തത്വാത്മക ചൈതന്യം തട്ടുകയാണ്. അതായത് ഈ ചിദാകാശ വെളിയിലെ പ്രകാശം അവിടെ തട്ടുമ്പോൾ എന്തു പറ്റുന്നു? അവിദ്യ പൂർണ്ണമായും നശിക്കുന്നു. അതായത് തുരീയാതീതമായ അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ ഈ
അരുൾ പെരും ജ്യോതിയുടെ പ്രകാശം പരക്കുന്നു. അങ്ങനെ അരുൾ പ്രകാശ ജ്യോതിയാൽ എന്ത് സംഭവിക്കുന്നു? അതിലെ അവിദ്യ മുഴുവൻ നശിപ്പിക്കുന്നു. നമ്മിലുള്ള അവിദ്യ പൂർണ്ണമായും നശിക്കുന്നു. അപ്പോൾ സുഷുപ്തി അവസ്ഥയും നശിക്കുന്നു. ഈ സുഷുപ്തി അവസ്ഥയും കടന്നു പോകുന്നു. നാലാമത്തെ അവസ്ഥയെ സുഷുപ്തിയും കടന്നിട്ട് എവിടേക്ക് എത്തുന്നു? ചിദാകാശ വെളിയിൽ എത്തിച്ചേരുന്നു. അതാണ് ചിദാകാശ വെളി. അപ്പോൾ ഓർക്കുക, നാം എത്തിച്ചേരുന്ന തലം ചിദാകാശ വെളിയാണ്. അതെങ്ങനെ? ആദ്യം ജാഗ്രത്, പിന്നെ സ്വപ്നം, പിന്നെ സുഷുപ്തി. സുഷുപ്തിക്കും അതീതമായ തുര്യാതീതമായ തലത്തിലേക്ക് എത്തുമ്പോൾ അവിടെ പ്രകാശരശ്മികൾ, ഈ അരുൾപ്പെരും ജ്യോതിയുടെ പ്രകാശമേൽക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എല്ലാ അവിദ്യകളും നശിച്ച് ശുദ്ധ ഭാവത്തിൽ എത്തിച്ചേർന്ന് അത് ചിദാകാശ വെളിയായി തീരുന്നു. തുരീയ ജാഗ്രത് എന്നാണ് ഇതിനെ യോഗശാസ്ത്രത്തിൽ വിളിക്കുന്നത്. തുരീയത്തിലെ ജാഗ്രത്. ആ തുരീയ ജാഗ്രതും കഴിഞ്ഞിട്ട് തുരീയമുണ്ട്. അതാണ് സാക്ഷാ ചിദാകാശ വെളി. തുരീയം, അതായത് ബിന്ദുനാഥ ശക്തി പ്രകടമാക്കിയും കഴിഞ്ഞിട്ട് അതിനും അപ്പുറമുള്ള സ്ഥലം. ആ അവസ്ഥ കടന്ന് മേലവസ്ഥയിൽ മായാതത്വങ്ങളെല്ലാം വിട്ടകന്ന് ആത്മാവിൻ്റെ വികസിത രൂപമായ ശുദ്ധപ്രജ്ഞ തുരീയത്തിൽ എത്തിച്ചേരുന്നു. സാക്ഷാത് ചിദാകാശ വെളിയിൽ എത്തിച്ചേരുന്നു. ഇതാണ് ജീവൻ്റെ പ്രയാണത്തിൻ്റെ അവസ്ഥാവിശേഷം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവൻ എങ്ങനെയാണ് തുര്യാതീതമായ തുരീയത്തിൽ എത്തിച്ചേരുന്നു നോക്കൂ. ആദ്യം അത് ജാഗ്രത അവസ്ഥ, പിന്നെ സ്വപ്നാവസ്ഥ, പിന്നെ സുഷുപ്തിയവസ്ഥയും കടന്നിട്ട് തുരീയാവസ്ഥ, പിന്നെ തുരീയാവസ്ഥയും കടന്നിട്ട് തുരീയാതീതമായ അവസ്ഥ, തുരീയ ജാഗ്രതയും കടന്നിട്ട് തുരീയം എന്ന് പറയുന്ന ചിദാകാശവെളി. അത് അവിടെയാണ് സാക്ഷാൽ ഈ വെളിച്ചം, സച്ചിദാനന്ദമായ വെളിച്ചം, അരുൾപ്പെരും ജ്യോതി. ആ അരുൾപ്പെരും ജ്യോതി ഭരണം നടത്തുന്ന കേന്ദ്രം, അതായത് അരുൾപ്പെരും ജ്യോതിയുടെ അധിവാസ കേന്ദ്രം എവിടെയാണ്? ഈ ചിദാകാശ വെളിയാകുന്ന തുരീയമാണ്. അത് നമ്മുടെ ശരീരത്തിലും പിണ്ഡത്തിലും അണ്ഡത്തിലും ഒരേപോലെ തന്നെ നിലകൊള്ളുന്ന അവസ്ഥാവിശേഷങ്ങളാണിത്. അപ്പോൾ നമ്മുടെ ശരീരം തന്നെയാണ് ഈ പ്രപഞ്ചങ്ങളിൽ കാണുന്ന എല്ലാ വസ്തുക്കളും നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ വസ്തുക്കളും ഈ പ്രപഞ്ചത്തിലുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെയാണ് ഈ പ്രപഞ്ചം. ഈ സത്യം മനസ്സിലാക്കുമ്പോൾ പ്രപഞ്ചവും അതേപോലെ തന്നെ, അതായത് യൂണിവേഴ്സ് എന്ന് പറയുന്ന ആ വലിയ ലോകവും, അതേപോലെ നമ്മുടെ ശരീരവും നമ്മുടെ പ്രപഞ്ചവും, വ്യക്തിയുടെ പ്രപഞ്ചവും വ്യക്തിയഹവും വിശ്വാഹവും ഒന്നായി ചേരുന്ന ഒരവസ്ഥാവിശേഷം ഇവിടെ സംജാതമാകുന്നു. ഇതാണ് ചിദാകാശവെളി. ഈ ചിദാകാശവെളിയിലാണ് അരുൾപ്പെരും ജ്യോതിയുടെ ഭരണകേന്ദ്രം, സെൻറ്റർ എന്ന് പറയുന്നത്. ആ ചിദാകാശവെളിയിൽ നിന്നാണ് ഈ പ്രകാശങ്ങളത്രയും ഉത്ഭവിക്കുന്നത്. നമുക്ക് ഇനി ഈ ഭാഗം കുറച്ചുകൂടി ലളിതമായിട്ട് നിത്യാനന്ദ ഭഗവാൻ ചിദാകാശ ഗീതയിൽ വിവരിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി ലളിതമായിട്ടാണ്. ഈ പറഞ്ഞ തിരുമൂലദേവൻ പറഞ്ഞതും അതേപോലെ വള്ളലാർ സ്വാമികൾ പറഞ്ഞതും കുറച്ചുകൂടി ലളിതമായ ഭാഷയിൽ നിത്യാനന്ദ ഭഗവാൻ നമുക്ക് വേണ്ടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇതാ നോക്കൂ, അത് പറയുമ്പോൾ ഇത് മനസ്സിലാകും ശരിക്കും. മൺപാത്രത്തിലെ വെള്ളത്തിൽ ആകാശം എങ്ങനെ നിഴലിച്ച് കാണപ്പെടുന്നുവോ അതുപോലെ അന്തർദൃഷ്ടിയിൽ ചിദാകാശവും തെളിഞ്ഞ് പ്രകാശിക്കുന്നു, അരുൾപ്പെരും ജ്യോതി പ്രകാശിക്കുന്നു. അപ്പോൾ അന്തർദൃഷ്ടിയിൽ, മൂന്നാം കണ്ണിൽ ഈ ചിദാകാശം പ്രകാശിക്കുന്നു.
മൺപാത്രത്തിലെ വെള്ളത്തിൽ ആകാശം എങ്ങനെ നിഴലിച്ച് കാണപ്പെടുന്നുവോ അതേപോലെ അന്തർദൃഷ്ടിയിൽ ചിതാകാശവും കാണപ്പെടുന്നു. നമുക്ക് നോക്കാം അതിൻ്റെ വിശദമായ വിവരം. യോഗാനുഭൂതിയെക്കുറിച്ചിട്ടാണ് ഇവിടെ നിത്യാനന്ദ ഭഗവാൻ നമ്മളോട് പറഞ്ഞത്. തെളിഞ്ഞ നിർമ്മലമായ വെള്ളത്തിൽ ആകാശം അതേ രൂപത്തിൽ തന്നെയാണ് പ്രതിബിംബിച്ച് കാണുന്നത്. അതേപോലെ കാമക്രോധാദിവൃത്തികൾ യോഗസാധനയാൽ നിശേഷം നീങ്ങിയ ചിത്തം ചിതാകാശമായി പ്രകാശിക്കുന്നു. അപ്പോൾ സച്ചിദാനന്ദ സ്വരൂപമായ ആത്മാവ് സ്വമഹിമയാൽ പ്രകാശിക്കുന്നു. ജ്ഞാനം നിർവിഷയമാകുകയും ആത്മാവ് സ്വയം പ്രകാശിക്കുകയും ചെയ്യുമ്പോൾ അതിന് ചിതാകാശം അല്ലെങ്കിൽ ജ്ഞാനാകാശം എന്ന് പറയുന്നു. ഇത് തന്നെയാണ് വിവേകാനന്ദ സ്വാമികൾ കുറച്ചുകൂടി വിവരിക്കുന്നുണ്ട്. കുണ്ടലിനി ഉണർന്ന് സുഷുമ്ന മാർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ദർശനങ്ങളെല്ലാം ചിത്താകുന്ന ആകാശത്തിലാകുന്നു. അത് സുഷുമ്ന നാളം തലച്ചോറിലേക്ക് തുറക്കുന്ന അദ്വൈതത്തിലേക്ക്, അതായത് തലച്ചോറിലേക്ക് തുറക്കുന്ന അറ്റമാണ്. അതാണ് അദ്വൈതമായ തലം. നിർവിഷയ ദർശനം ചിതാകാശത്തിൽ ദർശിക്കുന്നു. ഞാനതൊന്നുകൂടെ വായിക്കാം. കുണ്ടലിനി ഉണർന്ന് സുഷുമ്ന മാർഗത്തിൽ പ്രവേശിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ദർശനങ്ങളെല്ലാം ചിത്താകാശത്തിലാകുന്നു. അത് സുഷുമ്ന നാളം തലച്ചോറിലേക്ക് തുറക്കുന്ന അറ്റത്തെത്തിയാൽ അത് നിർവിഷയമായ ഒരു ദർശനം ചിതാകാശത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നു. ഇത് മഹോപനിഷത്ത് എന്ന് പറഞ്ഞൊരു ഉപനിഷത്തുണ്ട്, അതിലും വിവരിക്കുന്നുണ്ട്. ഇതാ നോക്കൂ, ചിത്താകാശം, ചിതാകാശം, ഭൗതികാകാശം എന്ന് ആകാശം 3 വിധമുണ്ടെന്ന് പറയപ്പെടുന്നു. ഇവയിൽ ചിതാകാശം ശൂന്യതരമാകുന്നു. ക്ഷണമാത്രയിൽ ഒരു സ്ഥാനത്തു നിന്നും മറ്റൊരു സ്ഥാനത്തേക്ക് ഗമിക്കുമ്പോൾ ജ്ഞാനമധ്യത്തിൽ ഉണ്ടാകുന്ന ചിതാകാശം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ആ ചിതാകാശത്തിൽ സർവവും സത്താഹീനമാക്കിയാൽ സർവാത്മകവും ശാന്തവുമായ പദം കൈവരും. ചിതാകാശാവസ്ഥിതമായിട്ടിരുന്നതിന് ശേഷം ഉദാരത, സൗന്ദര്യം, വൈരാഗ്യം എന്നിവയാൽ സമ്പന്നവും സർവാനന്ദദായകവുമായ അവസ്ഥ കൈവരുന്നു. അതാണ് സമാധി. ദൃശ്യപദാർത്ഥം ശൂന്യബോധത്താലും രാഗദ്വേഷാദികളുടെ നാശത്താലും അഭ്യാസബലത്താലും ഏകാഗ്രചിത്തത്തിൽ രമിച്ചിരിക്കാനുള്ള കഴിവാണ് സമാധി. ദൃശ്യസത്തയുടെ അഭാവബോധം തന്നെയാണ് ജ്ഞാനം. ജ്ഞേയം ചിദാത്മകമായ ബ്രഹ്മം തന്നെ. അതിനെ തന്നെയാണ് ആത്മകൈവല്യം എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഭിന്നമായിട്ടുള്ളതെല്ലാം മിഥ്യയാകുന്നു. അപ്പോൾ ഈ സത്യം പരമോന്നതമായ സത്യമാണ്. ഇതാണ് സാക്ഷാൽ വസിഷ്ഠ മഹർഷി ശ്രീരാമചന്ദ്രൻ ഉപദേശിച്ചത്. യോഗവാസിഷ്ഠത്തിലും പറയുന്ന പരമമായ സത്യം ഇതാണ്. വാസനാത്മകമായ ചിത്താകാശം, നിർവാസനമായ ചിതാകാശം, ആകാശം ഇവ തന്നെ. ചിതാകാശം മറ്റ് രണ്ടിനേക്കാൾ സൂക്ഷ്മതരമായി വിളങ്ങുന്നു. മനസ്സ് ഒരു വിഷയത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞിട്ട് മറ്റൊന്നിൽ ചെന്നെത്തുന്നതിനിടയ്ക്ക് നിർവിഷയമായി അത്യല്പനിമിഷ രൂപമായ അന്തരാളം യാതൊന്നോ അതിനെ ചിതാകാശം എന്ന് പറയുന്നു. അതായത് സങ്കല്പങ്ങളുടെ ഇടയ്ക്കിടെ മനസ്സിൽ നിർവാണാവസ്ഥ എന്ന ചിതാകാശം സർവസങ്കല്പങ്ങളും നീക്കി ആ അവസ്ഥയിൽ നിൻ്റെ മനസ്സ് ലയിച്ചാൽ സർവാത്മകമായ തൽപരം പരമപദം പ്രാപിക്കാവുന്നതാണ്. മനസ്സ് ഒരു വിഷയത്തിൽ നിന്നും മറ്റൊന്നിൽ എത്തിപ്പറ്റുന്നതിനിടയ്ക്ക് സങ്കല്പമുക്തമായൊരവസ്ഥ ഉണ്ട്. അതാണ് സ്വരൂപസ്ഥിതി.
ഇത് സർവസങ്കല്പങ്ങളും നശിച്ച് ജാഗ്രത സ്വപ്ന സുഷുപ്തികളെയും അതിക്രമിച്ച് കല്ല് പോലെ അചഞ്ചലമായിരിക്കുന്ന തുര്യാവസ്ഥയാണ്. ചിതാകാശത്തെ ശൂന്യമെന്നും വിജ്ഞാനമാത്രമെന്നും ഈശ്വരനെന്നും മറ്റും പലതരത്തിൽ നിർണ്ണയിക്കുന്നു. അഖണ്ഡവും സർവാത്മകവും ഏകവും ചിതാകാശവുമായ ബ്രഹ്മത്തെ നിർഗളമായി നീ ധ്യാനിച്ചാൽ മനസ്സിൻ്റെ ചാഞ്ചല്യം നീങ്ങും. നിരവയവും നിത്യനിർമ്മലവുമായ ചിതാകാശമാണ് ഞാനെന്ന ബോധമുള്ളവർ ദുഃഖിക്കുകയില്ല. സർവജഗത്തും ചിതാകാശമാണെന്നറിഞ്ഞ് ശാന്ത അന്ധകരണത്തോടുകൂടി വസിക്കുന്നവൻ ബ്രഹ്മകവചം ധരിച്ച് സുഖിയാകുന്നു. ഇതാണ് യോഗവാസിഷ്ഠത്തിൽ ശ്രീരാമചന്ദ്രനോട് വസിഷ്ഠ മഹർഷി പറയുന്നു. അത് ഒരു സങ്കല്പത്തിനും മറ്റൊരു സങ്കല്പത്തിനും ഇടയ്ക്കുള്ള ആ ശൂന്യാവസ്ഥയെയാണ് ഇവിടെ ചിതാകാശം എന്ന് വസിഷ്ഠ മഹർഷി വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ രണ്ട് സങ്കല്പങ്ങൾക്ക് സങ്കല്പങ്ങളില്ലാത്ത ഒരു ശൂന്യമായ അവസ്ഥയുണ്ട്. അതാണ് ചിതാകാശവെള്ളി. ഇത് തന്നെയാണ് ശ്രീബുദ്ധൻ ശൂന്യതയെക്കുറിച്ച് പറയുന്നതും ഇത് തന്നെയാണ്. അതായത് സങ്കല്പങ്ങൾക്കിടയിലുള്ള ഒരു സങ്കല്പവുമില്ലാത്ത ശൂന്യമായ ഒരു തലം. ആ തലത്തെയാണ് ചിതാകാശം എന്ന് പറയുന്നത്. അവിടെ പ്രകാശിക്കുന്ന അരുൾപ്പെരുംജ്യോതിയാണ് വള്ളലാർ നമുക്കായി കാഴ്ചവെക്കുന്നത്. അപ്പോൾ എല്ലാ വേദങ്ങളിലും എല്ലാ ഉപനിഷത്തുകളിലും പറയുന്ന ആ മഹാസത്യം തന്നെയാണ് ഇവിടെ വള്ളലാർ മറ്റൊരു ഭാഷയിൽ നമ്മളോട് പറയുന്നത്. എല്ലാ സത്യങ്ങളുടെയും സത്യമായ ആ ചിതാകാശവെള്ളിയിലെ ഭരണകേന്ദ്രമായ മഹാപ്രകാശമാകുന്ന അരുൾപ്പെരും ജ്യോതി, ആ അരുൾപ്പെരും ജ്യോതി ഈ പ്രപഞ്ചങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ അത് കാണാനുള്ള അന്തർദൃഷ്ടി നമുക്ക് ഉണ്ട്. പക്ഷേ അത് മറഞ്ഞു കിടക്കുകയാണ്. ആ മറഞ്ഞു കിടക്കുന്ന അന്തർദൃഷ്ടിയെ തെളിയിച്ച് കാണിക്കാൻ വേണ്ടിയാണ് യോഗ പദ്ധതികളെല്ലാം തന്നെ നിലകൊള്ളുന്നത്. ഈ കുണ്ടലിനി യോഗത്തിലെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതായത് ഉറങ്ങിക്കിടക്കുന്ന ആ കുണ്ടലിനി ശക്തി സഹസ്രാരത്തിലും എത്തിച്ചേർന്ന് അതിനും മേലുള്ള ചിതാകാശവെളിയിൽ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി, ആ അനുഭൂതിയെ ആ തുരീയത്തിനും അതീതമായ തുരീയം എന്ന് പറയുന്ന അവസ്ഥ, അതാണ് പരമോന്നതമായ അവസ്ഥ, അതാണ് ശിവാവസ്ഥ, സദാശിവാവസ്ഥ. ആ സദാശിവാവസ്ഥയിലേക്ക് മനുഷ്യന് എത്തിച്ചേരാൻ കഴിയും. അങ്ങനെയുള്ള മനുഷ്യരെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ശ്രീരാമചന്ദ്രൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ, അവരെല്ലാം ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നവരാണ്. തുരീയത്തിൽ എത്തിച്ചേർന്ന ജീവാത്മാക്കളാണ് അവരെല്ലാം. അപ്പോൾ ഒരു സാധാരണ മനുഷ്യന് ഈ അവസ്ഥകളിലൂടെ കടന്നു പോയി തുരീയമെന്ന ആ ചിതാകാശവെളിയിലെ സത്യപ്രകാശത്തിൽ ലയിച്ചു ചേരാൻ കഴിയും. ആ അരുൾപ്പെരും ജ്യോതിയിൽ ലയിച്ചു ചേരാൻ കഴിയും. വള്ളലാർ അങ്ങനെയാണ് സംഭവിച്ചത്. അദ്ദേഹം അവസാനം ജീവിതത്തിൽ ഒരു മുറിയിൽ കയറിയിട്ട് വാതിലടച്ചു. പുറത്തു നിൽക്കുന്നവരോട് പറഞ്ഞു, ഇനി വാതിൽ തുറക്കണ്ട, ഞാൻ ഇവിടെ നിന്ന് ജ്യോതിസ്വരൂപമായിട്ട് പോവുകയാണ് എന്നർത്ഥം ധ്വനിപ്പിച്ചുകൊണ്ട് ആ 2 പേരോട് പറഞ്ഞിട്ടാണ് രാത്രി 12 മണി സമയത്ത് അദ്ദേഹം വാതിലടച്ചത്. അതിനുശേഷം വള്ളലാർ സ്വാമികൾ ശരിക്കും ജ്യോതിപ്രകാശമായി തുരീയമാകുന്ന ഈ അരുൾപ്പെരും ജ്യോതിയിൽ വിലയിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പിന്നെ തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹത്തെ മുറിയിൽ കാണാനുണ്ടായിരുന്നില്ല. അരുൾപ്രകാശജ്യോതി, ആ അരുൾപ്രകാശജ്യോതി ഇപ്പോഴും നമ്മുടെ മുമ്പിൽ പ്രകാശിച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ആ പ്രകാശജ്യോതി എൻ്റെ പൂജാമുറിയിൽ എൻ്റെ മുമ്പിൽ ഇതാ കൽവിളക്കിൽ പ്രകാശിച്ച് നിൽക്കുന്നു. അത് ബ്രഹ്മസ്വരൂപിണിയായ ദേവിയിൽ പ്രതിബിംബിക്കുന്നു. എന്നിട്ട് സുബ്രഹ്മണ്യ തത്വം തെളിയിച്ച് എനിക്ക് തരുന്നു. ആ സുബ്രഹ്മണ്യ തത്വത്തെയാണ് വാക്കുകളുടെ ഈ ചിതാകാശവെളിയിലെ അരുൾപ്പെരും ജ്യോതിയായി നമ്മൾ കാണുന്നത്.
കൂടുതൽ ഇത് വിവരിക്കുന്നില്ല. വാക്കുകൾക്കും അപ്പുറമാണ്, മനസ്സിനും അപ്പുറമാണ് ഈ ഭാവം. വാക്കുകളെ കൊണ്ടോ മനസ്സുകളെ കൊണ്ടോ ഈ അരുൾപ്പെരും ജ്യോതിയെ വിവരിക്കാനാവില്ല. ഇവിടെയാണ് വാക്കിൻ്റെ പരിമിതി വരുന്നത്. വാക്കുകൾക്ക് ഈ അരുൾപ്പെരും ജ്യോതിയെ എങ്ങനെ വിവരിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം കഴിയുന്നത്ര ഉദാഹരണ സഹിതം വിവരിക്കാൻ ശ്രമിച്ചിട്ടും ഈ അരുൾപ്പെരും ജ്യോതി ഒരനുഭവമായിട്ട് എൻ്റെ ചിതാകാശവെളിയിൽ പ്രകാശിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിനെ വാക്കുകൾക്കും മനസ്സുകൾക്കും അപ്പുറം അന്തർദൃഷ്ടിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അന്തർദൃഷ്ടി തുറക്കുന്നതാരോ, ജ്ഞാനക്കണ്ണ് തുറക്കുന്നതാരോ, അവർക്ക് മാത്രം ഈ അരുൾപ്പെരും ജ്യോതിയെ സാക്ഷാത്കരിക്കാൻ കഴിയും. വാക്കുകൾക്ക് അപ്പുറമാണ്, മനസ്സിന് അപ്പുറമാണ്, ജാഗ്രത സ്വപ്ന സുഷുപ്തി തലങ്ങൾക്കും അപ്പുറമായ ഒരു തലം. അത് അനുഭവിച്ച് തന്നെ അറിയണം. ഈ പരമാനന്ദ ശാന്തി, ഈ പരമാനന്ദാനുഭവം അത് സ്വയം അനുഭവിക്കുക എന്നുള്ളതാണ് ഈ സാധനയുടെ ഏറ്റവും മഹത്തായ പരിസമാപ്തി. ആ ആനന്ദ പരിസമാപ്തിയിലേക്കാണ് നാം ഇനി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓം ശിവായ നമഃ.